Make your journey a unique one. ഒരേയൊരു ലക്ഷ്യം ശബരിമാമല, ഒരേയൊരു മോഹം ദിവ്യദർശനം, ഒരേയൊരു മാർഗം 18-ാം പടി, ഒരേയൊരു മന്ത്രം ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ശബരിമല യാത്ര എന്നും എന്തൊക്കെയാണ് ശബരിമല യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും പിന്നെ ഇരുമുടിക്കെട്ടിന്റെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തത്വം അസി, അതായത് ഭഗവാനും ഭക്തനും ഒന്നാണ് എന്നുള്ളൊരു മഹത് തത്വമാണ് മാനവരാശിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വ്യക്തി ഈശ്വര തലത്തിലേക്ക് ഉയർത്തിയെടുക്കുന്ന വ്രതപുണ്യകാലമാണ് മണ്ഡലകാലം. അപ്പോൾ മണ്ഡലകാലത്ത് അനുഷ്ഠിക്കേണ്ട വ്രതാചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ കെട്ട് നിറയ്ക്കുന്നതിന്റെ ഐതിഹ്യം എന്താണെന്നും അറിയാം. ആദ്യമായി ശബരിമല ദർശനം നടത്തുന്ന സ്വാമിമാരെ കന്നിക്കെട്ട് എന്നും, അതേപോലെ മുൻപ് ദർശനം നടത്തി വീണ്ടും ദർശനം നടത്തുന്ന അയ്യപ്പന്മാരെ പള്ളിക്കെട്ട് എന്നും അറിയപ്പെടുന്നു. ഭക്തിപൂർവമുള്ള വ്രതാനുഷ്ഠാനത്തോടെയും മുദ്ര ധരിച്ചും ഇരുമുടിക്കെട്ട് മുറുക്കിയും മാത്രമേ പൊന്നു 18-ാം പടി ചവിട്ടുവാൻ പാടുള്ളതുള്ളൂ. കഠിനമായ ബ്രഹ്മചര്യം, മിതഭക്ഷണം, മിതാലങ്കാരം, മിതഭാഷ്യം, അതേപോലെ തന്നെ ഈശ്വരനാമ ജപം, ഇതൊക്കെയാണ് വ്രതാനുഷ്ഠാനത്തിന്റെ രീതികൾ. ശബരിമല യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇരുമുടിക്കെട്ട്. അപ്പോൾ എന്താണ് ഇരുമുടിക്കെട്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഇരുമുടിക്കെട്ടിന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2 കെട്ടാണ് ഉള്ളത്, മുൻകെട്ടും പിൻകെട്ടും. അതുകൊണ്ടാണ് ഇരുമുടിക്കെട്ട് എന്ന ഒരു നാമം വന്നിരിക്കുന്നത്. മുൻകെട്ടിൽ അഭിഷേകത്തിനുള്ള നെയ്ത്തേങ്ങയും അവിൽ, മലർ, കാണിക്ക, അരി എന്നുള്ള പൂജാദ്രവ്യങ്ങളും അതേപോലെ കാണിക്കയുമാണ് മുൻകെട്ടിൽ നിറക്കേണ്ടത്. ചെറിയ സഞ്ചികളിലാണ് പൂജാദ്രവ്യങ്ങൾ നിറക്കേണ്ടത്. അതിനു പുറമെ മാളികപ്പുറത്ത് കാണിക്ക വെക്കാനുള്ള മഞ്ഞൾ, കുങ്കുമം, പട്ട്, അരി, അവൽ എന്നിവയുള്ള സാധനങ്ങളും മുൻകെട്ടിൽ നിറക്കേണ്ടതാണ്. മുൻകെട്ട് മുറുക്കിയതിനു ശേഷം പിൻകെട്ടിൽ പമ്പാ ഗണപതിക്കും 18-ാം പടിയിലും ഉടയ്ക്കാനുള്ള നാളികേരമാണ് നിറക്കേണ്ടത്. ക്ഷേത്രത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ കെട്ട് നിറയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെയോ സന്ധ്യക്കോ കെട്ട് നിറയ്ക്കുന്നതാണ് ഉചിതം. നിലവിളക്ക് കൊളുത്തി സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രത്തെ സാക്ഷി നിർത്തി ശരണമന്ത്രങ്ങൾ ഉരുവിട്ടാണ് കെട്ട് നിറക്കേണ്ടത്. ഗുരുസ്വാമിയെയോ ക്ഷേത്ര പൂജാരിയോ ആണ് കെട്ട് നിറയ്ക്കാൻ ചുമതലപ്പെടുത്തേണ്ടത്. ഗുരുസ്വാമി 18 വർഷമെങ്കിലും മുടങ്ങാതെ ശബരിമല ദർശനം നടത്തിയ വ്യക്തിയായിരിക്കും. കെട്ട് മുറുക്കിയതിനു ശേഷം ഗുരുസ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് കർപ്പൂരാരാധന കഴിച്ച് കെട്ട് തലയിൽ ഏറ്റാവുന്നതാണ്. ഗുരുസ്വാമി തന്നെയാണ് കെട്ട് ഏറ്റിത്തരുന്നത്. ശരണം വിളിയോടെ ഗണപതിക്ക് നാളികേരമുടച്ച് അനുവാദം വാങ്ങി പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര തുടരാം ശബരിമല ദർശനത്തിനായി. എരുമേലി എത്തിയാൽ വാവർ സ്വാമിയെ ദർശനം ചെയ്ത് പേട്ട തുള്ളി എരുമേലി വലിയ അമ്പലത്തിലേക്ക് ദർശനത്തിനായി യാത്രയാവണം. കന്നി അയ്യപ്പന്മാർ നിർബന്ധമായും പേട്ട തുള്ളേണ്ടതാണ്. മണികണ്ഠൻ മഹർഷിക്ക് മോക്ഷം കൊടുത്തത് എരുമേലിയിൽ വെച്ചാണ് എന്നാണ് വിശ്വാസം. ആ മോക്ഷം കൊടുത്തതിന്റെ സന്തോഷ പ്രകടനമാണ് പേട്ട തുള്ളി ഭക്തന്മാർ പ്രകടിപ്പിക്കുന്നത്. പേട്ട തുള്ളൽ കഴിഞ്ഞാൽ എരുമേലി ശാസ്താ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ജലാശയത്തിൽ സ്നാനം ചെയ്ത് ദർശനം നടത്തി കാണിക്കയിട്ട് നാളികേരമുടച്ച് ശബരിമല യാത്ര വീണ്ടും തുടരുന്നു. പമ്പയിലെത്തിയാൽ പിതൃക്കൾക്ക് ദർപ്പണം അർപ്പിച്ച് പമ്പാ സ്നാനം പൂർത്തിയാക്കി പമ്പാ ഗണപതിക്ക് നാളികേരമുടച്ച് ഹനുമാൻ സ്വാമിക്കും പാർവതി ദേവിക്കും കർപ്പൂരമൊഴിഞ്ഞ് മല കയറാൻ ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ച് മലകയറ്റം ആരംഭിക്കാവുന്നതാണ്. അങ്ങനെ മലകയറ്റം ആരംഭിക്കാം. നീലിമല കയറി അപ്പാച്ചിമേടെത്തിയാൽ വനദേവതകൾക്ക് അരിയുണ്ട സമർപ്പിക്കണം. അരിയുണ്ട സമർപ്പിച്ച് വനദേവതകളുടെ അനുഗ്രഹം നേടിയതിനു ശേഷം മാത്രമേ മുന്നോട്ടുള്ള യാത്ര തുടരാൻ പാടുകയുള്ളൂ. വനദേവതകളുടെ അനുഗ്രഹം വാങ്ങി യാത്ര തുടരുമ്പോൾ ശബരിപീഠത്തിൽ എത്തിച്ചേരും. ശബരിപീഠത്തിലെത്തി നാളികേരം സമർപ്പിച്ച് ശബരിയെ കണ്ട് വണങ്ങി യാത്ര തുടരാം. ശബരിപീഠം കഴിഞ്ഞാൽ ശരംകുത്തിയാർ.
ശരംകുത്തിയിലെത്തി ശരം കുത്തി കന്നി അയ്യപ്പന്മാർ വരവറിയിക്കണം മാളികപ്പുറത്തമ്മയ്ക്ക്. അതിനുശേഷമാണ് പിന്നീടുള്ള യാത്ര. ശരംകുത്തിയാർ കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ നമ്മൾ 18-ാം പടിക്ക് താഴെ എത്തിച്ചേരും. 18-ാം പടിയുടെ താഴെ എത്തിയാൽ നമുക്ക് കറുപ്പ് സ്വാമിക്ക് കരിയിലയും കടുത്ത സ്വാമിക്ക് വറപൊടിയും സമർപ്പിക്കാം. പിന്നീട് നാളികേരമുടച്ച് പൊന്നു 18-ാം പടി കയറാൻ ആരംഭിക്കാം. 18-ാം പടി കയറി മുകളിലെത്തുമ്പോൾ കൊടിമരം കാണാവുന്നതാണ്. കൊടിമരത്തെ കണ്ട് കൊടിമരം തൊഴുതതിനു ശേഷം ശ്രീകോവിലിനുള്ളിലുള്ള കലിയുഗ വരദനെ ദർശിക്കാവുന്നതാണ്. അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കണ്ടതിന് ശേഷം കന്നിമൂല ഗണപതി ഭഗവാനെയും നാഗരാജാവിനെയും ദർശനം ചെയ്യാവുന്നതാണ്. തുടർന്ന് നെയ്ത്തേങ്ങയിലുള്ള നെയ്യ് അയ്യപ്പസ്വാമിക്ക് അഭിഷേകത്തിനായും അതേപോലെ തന്നെ നാളികേരം കർപ്പൂരാഴിയിലും അർപ്പിക്കുന്നതാണ്. ഇതിന്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നെയ്ത്തേങ്ങയിൽ നിറച്ച നെയ്യ് ഒരു മനുഷ്യന്റെ ആത്മാവും അതേപോലെ തന്നെ നാളികേരം ഒരു മനുഷ്യന്റെ ശരീരവുമാണ്. അതുകൊണ്ട് തന്നെ ആത്മാവ് ഭഗവാന്റെ തിരുവടിയിലേക്കും ശരീരം അഗ്നിക്കും ആണ് ലഭിക്കുന്നത്. തുടർന്ന് ഇരുമുടിക്കെട്ടിലെ പൂജാദ്രവ്യങ്ങൾ അയ്യപ്പസ്വാമിക്ക് അർപ്പിക്കേണ്ടതാണ്. പിന്നീടാണ് മാളികപ്പുറത്തമ്മയുടെ ദർശനം. മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടി ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. മാംഗല്യഭാഗ്യം, സർവ്വാരോഗ്യം, കാര്യസിദ്ധി എന്നുള്ള ഐശ്വര്യമാണ് പ്രാപ്തമാകുന്നത്. ഭഗവതി സേവ, മഞ്ഞൾ സമർപ്പണം, പട്ട് സമർപ്പണം, പുഷ്പാഞ്ജലി എന്നിവയാണ് മാളികപ്പുറത്തമ്മയ്ക്ക് നടത്തേണ്ട വിശിഷ്ടാൽ വഴിപാടുകൾ. പിന്നീട് മാളികപ്പുറത്തെ ഉപദേവതകളായ നവഗ്രഹങ്ങൾ, കൊച്ചുകടുത്ത സ്വാമി, നാഗരാജാക്കന്മാർ എല്ലാവരുടെയും ദർശനം ലഭിക്കാവുന്നതാണ്. കൊച്ചുകടുത്ത സ്വാമിക്ക് അവിൽ, മലർ, കൽക്കണ്ടം, വറപൊടി, കറുത്ത മുന്തിരി എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. നാഗരാജാവിനും നാഗയക്ഷിക്കും മഞ്ഞൾപ്പൊടി സമർപ്പണം ചെയ്യാവുന്നതാണ്. നവഗ്രഹങ്ങൾക്ക് 9 പ്രദക്ഷിണം പൂർത്തിയാക്കി തൊഴുത് പ്രാർത്ഥിക്കാവുന്നതുമാണ്. നവഗ്രഹ സ്തോത്രം ചൊല്ലി 9 പ്രദക്ഷിണം പൂർത്തിയാക്കി നവഗ്രഹ പൂജയും നടത്തിയാൽ ഗ്രഹപ്പിഴകൾ അകന്നു പോവാൻ ഏറെ ശ്രേഷ്ഠമാണ്. നീണ്ട മണ്ഡലകാല വ്രതത്തിന്റെയും ദർശന ഭാഗ്യത്തിന്റെയും പുണ്യം മനസ്സിൽ കരുതി മലയിറങ്ങാവുന്നതാണ്. 18-ാം പടി ഇറങ്ങിയതിനു ശേഷം വാവരസ്വാമിക്ക് കുരുമുളക് സമർപ്പിച്ച് മലയിറങ്ങാവുന്നതാണ്. തുടർന്ന് പമ്പാ സ്നാനത്തിനൊടുവിൽ മുദ്ര അല്ലെങ്കിൽ കെട്ട് നിറച്ച ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തി മുദ്രയൂരി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മണ്ഡലകാലം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.